രാഷ്ട്രീയം മാറി സിനിമയിലേക്ക് വന്നാൽ താങ്കൾ ഏറ്റവും ഒടുവിൽ നടത്തിയ ഒരു പ്രസ്താവന വലിയ വിവാദമായി. അതായത് മമ്മൂട്ടി മോഹൻലാലും മലയാളത്തിലെ ഏറ്റവും ശ്രദ്ധേയരായ 2 ചലച്ചിത്ര നടന്മാരാണ്. അവർ രണ്ടുപേരും താങ്കളെ ഒതുക്കാൻ ശ്രമിച്ചു എന്ന് താങ്കൾ പറഞ്ഞതായിട്ടാണ് ആ വിവാദത്തിൻ്റെ അടിസ്ഥാനം. എന്താണ് ഈ സത്യം? അതായത് ഞാൻ കാണുന്ന ഏറ്റവും മഹാന്മാരായ നടന്മാരാണ് ലോക സിനിമയുടെ ഞാൻ കാണുന്നത്. അതിനകത്ത് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, ഒരു ലോക സിനിമയുടെ ഏറ്റവും നല്ല നടന്മാർ ഒരു 10 പേരെടുത്താൽ അതിലൊരാൾ മമ്മൂട്ടിയാണെന്ന് പറഞ്ഞു. മോഹൻലാലില്ല, വെയിറ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ചോദ്യകർത്താവ് അപ്പോൾ മോഹൻലാലോ എന്ന് പറഞ്ഞു. മോഹൻലാൽ ആ ലെവൽ വേറെയാണ്. അവരവിടെ സ്റ്റോപ്പ് ചെയ്തു. ഞാൻ പറഞ്ഞു അപ്പം ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമുക്ക് രജനീകാന്തിനെ എടുത്തുള്ളൂ. രജനീകാന്തിനെ നമുക്ക് ആരോടെങ്കിലും കമ്പയർ ചെയ്യാൻ പറ്റുമോ? അതിൻ്റെ പോപ്പുലാരിറ്റി പറ്റില്ല. അപ്പോൾ രജനീകാന്തും ഇപ്പോൾ രാജമൗലി, ആ സംവിധായകനെ നമുക്ക് ആരോടെങ്കിലും കമ്പയർ, ബിയോണ്ട് കമ്പാരിസനാണ്. ഞാനത് വെച്ചാൽ മോഹൻലാൽ എന്ന നടൻ ബിയോണ്ട് കമ്പാരിസനാണ്, മനസ്സിലായില്ലേ? അദ്ദേഹത്തിൻ്റെ ഭാവചലനങ്ങളും അദ്ദേഹത്തിൻ്റെ ചലനങ്ങളും ഫ്ലെക്സിബിലിറ്റി ഏത് കഥാപാത്രത്തെയും യോജിപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റും. അത് പറയാൻ സമ്മതിച്ചില്ല. മോഹൻലാൽ ഒരു അതുല്യനായ നടനാണ്, സംശയം എന്താണില്ല. കാരണം ഈ 10 നടന്മാരേക്കാളും മുകളിൽ നിൽക്കുന്ന ആളാണെന്ന് പറയാൻ സമ്മതിച്ചില്ല എന്നുള്ളത് അവിടെ. അതൊരു അനാവശ്യ വിവാദമാണ്. അനാവശ്യമാണ്.